ഇനി കാസർകോട്ടേക്കാണ്. കാസർഗോഡ് കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് മുന്നറിയിപ്പില്ലാതെ അടച്ചിട്ടതിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ബസ്സുകൾ സംസ്ഥാന പാതയിൽ പാർക്ക് ചെയ്യുന്നത് ഗതാഗതക്കുരുക്കുണ്ടാക്കുന്നു എന്നാണ് നാട്ടുകാരുടെ പരാതി. ബസ് സ്റ്റാൻഡ് അടച്ചതോടെ വ്യാപാരികളുടെ കച്ചവടവും നിലച്ചു. എന്നാൽ നഗരസഭ പറയുന്നത് മറ്റൊരു കാര്യമാണ്. പുതുതായി പണിത ബസ് സ്റ്റാൻഡ് സ്വകാര്യ ബസ്സുകൾ ഉപയോഗിക്കാത്തതാണ് പ്രശ്നത്തിന് കാരണം എന്നാണ് നഗരസഭയുടെ വിശദീകരണം. ആയിരക്കണക്കിന് യാത്രക്കാർ ആശ്രയിക്കുന്ന കാഞ്ഞങ്ങാട് നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു ബസ് സ്റ്റാൻഡാണിത്. ഈ ബസ് സ്റ്റാൻഡ് അടച്ചിട്ടിപ്പോൾ 1 മാസം പിന്നിട്ടു. ഇതെപ്പോൾ തുറക്കുമെന്ന ചോദ്യം ഇവിടെ എത്തുന്ന ഓരോരുത്തരും ഉന്നയിക്കുന്നുണ്ട്. ഇവിടെ എത്തിച്ചേരുന്ന യാത്രക്കാർക്കും അതുപോലെ ബസ് ജീവനക്കാർക്കും അടിസ്ഥാന സൗകര്യങ്ങൾ യഥാർത്ഥത്തിൽ കിട്ടുന്നില്ല. ഈ ബസ് സ്റ്റാൻഡ് അടിസ്ഥാന സൗകര്യം കിട്ടണമെങ്കിൽ ഒരു ടോയ്ലറ്റിൽ പോകണമെങ്കിൽ കുറച്ച് ദൂരം പോകണം. അപ്പോൾ ആ ഒരു വിഷയമുണ്ട്. ഇനി കാലവർഷം വന്നു കഴിഞ്ഞാൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കും അതുപോലെ മറ്റ് യാത്രക്കാർക്കും എല്ലാം പ്രയാസമാണ്. കാരണം ഇവിടുന്ന് റോഡ് മുറിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് ബസ് സ്റ്റാൻഡ് ഇവിടെ നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അവിടുന്ന് യാത്രക്കാർക്ക് ഇറങ്ങുമ്പോൾ ഈ വിദ്യാർത്ഥികളുടെ തിരക്കും കൂടുമ്പോൾ ജനബാഹുല്യം കൂടുമ്പോൾ ഇവിടെ വലിയ പ്രയാസത്തിലായിരിക്കും ഇനി മുമ്പോട്ട് പോകുന്നത്. ഏപ്രിൽ 1 മുതലാണ് അറ്റകുറ്റപ്പണികൾ നടത്താനെന്ന പേരിൽ ബസ് സ്റ്റാൻഡ് നഗരസഭ അടച്ചിട്ടത്. കാലപ്പഴക്കമുള്ള സ്റ്റാൻഡിൽ 6 മാസത്തിനകം നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കാനായിരുന്നു നഗരസഭയുടെ തീരുമാനം. എന്നാൽ ബസ് സ്റ്റാൻഡ് അടച്ച് 1 മാസം പിന്നിട്ടിട്ടും നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചില്ലെന്ന് വ്യാപാരികൾ ചൂണ്ടിക്കാട്ടുന്നു. നിലവിൽ ഇതൊരു യാത്രക്കാർക്ക് മുഴുവൻ ആൾക്കാർക്ക് ഒരു ദുരിതം മാത്രം സമ്മാനിക്കുന്ന ഒരു അവസ്ഥയിലാണ് എത്തിയിട്ടുള്ളത്. ഏകദേശം 150-ൽ പരം സ്വകാര്യ ബസ്സുകളും ഏകദേശം 100-ൽ പരം KSRTC ബസ്സുകളും പോകുന്ന ഒരു സ്റ്റേറ്റ് ഹൈവേയിലാണ് ഇപ്പോൾ പാർക്കിംഗ് സൗകര്യമുള്ളത്. ഇപ്പോൾ പരിമിതമായ ഈ സൗകര്യം പോലും ബ്ലോക്ക് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ ജനങ്ങളെ മാത്രമല്ല മുഴുവൻ ആൾക്കാരെയും വെല്ലുവിളിക്കുന്ന രീതിയിലാണ്, പൊതുജനങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് അധികാരികളുടെ ഈ പോക്ക്. സ്റ്റാൻഡിലേക്കുള്ള പ്രവേശന കവാടം അടച്ചതോടെ സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ സംസ്ഥാന പാതയിൽ നിർത്തിയാണ് യാത്രക്കാരെ കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്നത്. ഇത് ഗതാഗത കുരുക്കിന് കാരണമാകുന്നുണ്ട്. സ്വകാര്യ ബസ്സുകൾ റോഡരികിൽ പാർക്ക് ചെയ്യുന്നത് സ്കൂൾ തുറന്നാൽ വിദ്യാർത്ഥികൾക്കും തലവേദനയാകും. മഴക്കാലം കൂടിയായാൽ ദുരിതമേറുമെന്ന് യാത്രക്കാർ. ആ ഭാഗത്ത് നമുക്ക് എല്ലാം ബ്ലോക്കാണ്. ഒന്നാമത് നടപ്പാതെ അവിടെ നിന്ന് ആയതുകൊണ്ട് ഇത് ഫുള്ള് ബ്ലോക്കാകുന്നുണ്ട്. പിന്നെ രണ്ടാമത് പറഞ്ഞാൽ ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഇപ്പോൾ സ്കൂൾ പിള്ളേരെ ഇത് വരുമ്പോൾ ഈ സ്കൂൾ പിള്ളേർ എവിടെ നിൽക്കല്? ഈ പീടിയുടെ മുമ്പിൽ എത്ര കാലം നിൽക്കാൻ പറ്റും? അത് അവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. ഇതിൽ പറഞ്ഞാൽ നമുക്ക് മറ്റുള്ളവർ ബസ്സുകാർക്കും ബാക്കി എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് മാറുന്നുണ്ട്. കാഞ്ഞങ്ങാട് നഗരത്തിലെ ബസ് സ്റ്റാൻഡ് അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് കൂടിയാലോചന യോഗം നടന്നെന്നാണ് നഗരസഭയുടെ വിശദീകരണം. ഏപ്രിൽ 1 മുതൽ സ്വകാര്യ ബസ്സുകൾ അലാമിപ്പള്ളിക്ക് സമീപമുള്ള പുതിയ ബസ് സ്റ്റാൻഡ് ഉപയോഗിക്കണമെന്ന് നിർദ്ദേശം നൽകി. വ്യാപാരികളും ബസ്സുടമകളും പങ്കെടുത്ത യോഗത്തിൽ ഇത് ഏകകണ്ഠമായി അംഗീകരിച്ചെന്നും പിന്നീട് സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് സ്വകാര്യ ബസ്സുകൾ ഇത് പാലിച്ചില്ലെന്നും നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത. കോട്ടശ്ശേരി ബസ് സ്റ്റാൻഡ് കുറേ നാളുകളായി പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ്. അപ്പം അത് കോൺക്രീറ്റ് ചെയ്യേണ്ട ആവശ്യവും കൂടിയുണ്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ അലാമിപ്പള്ളി ബസ് സ്റ്റാൻഡ് പ്രവർത്തന സജ്ജമാക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു തീരുമാനം. അത് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി അംഗീകരിക്കുകയും ബസ് ഓണേഴ്സുമായിട്ട് സംസാരിച്ച് അത് ചെയ്യാമെന്നുള്ള രൂപത്തിലേക്ക് തീരുമാനമാവുകയും ചെയ്തതാണ്. പക്ഷെ പലപ്പോഴും രാവിലെ പോലീസുകാർ നിൽക്കുമ്പോൾ മാത്രം കുറച്ച് ബസ്സുകൾ കയറുക, പോലീസുകാർ പോയതിന് ശേഷം ബസ്സുകൾ കയറാതിരിക്കുക, ബസ് തൊഴിലാളികൾ ഈ തീരുമാനത്തെ അംഗീകരിക്കാതിരിക്കുക, ആ രൂപത്തിലൊക്കെയാണ് കാര്യങ്ങൾ പോയത്. കാഞ്ഞങ്ങാട് കാസർഗോഡ് സംസ്ഥാന പാതയിലെ ഗതാഗത കുരുക്ക് നീക്കാൻ പുതിയ ട്രാഫിക് പരിഷ്കരണം നടപ്പിലാക്കണമെന്ന് യാത്രക്കാർ പറയുന്നു. മലയോര മേഖലയിൽ നിന്നും തൃക്കരിപ്പൂർ, ചീമേനി, നീലേശ്വരം ഭാഗങ്ങളിൽ നിന്നും വരുന്ന സ്വകാര്യ ബസ്സുകൾ അലാമിപ്പള്ളി ഭാഗത്തെ പുതിയ ബസ് സ്റ്റാൻഡും കാസർഗോഡ് പെരിയ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന സ്വകാര്യ ബസ്സുകൾ നിലവിലെ ബസ് സ്റ്റാൻഡും ഉപയോഗിച്ചാൽ ഗതാഗത കുരുക്കിന് പരിഹാരമാകുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അറ്റകുറ്റപ്പണിക്കെന്ന് പറഞ്ഞടച്ചിട്ട ബസ് സ്റ്റാൻഡിലെ നിലവിലെ അവസ്ഥ ഇതാണ്. കച്ചവടം കുറഞ്ഞതോടെ ലോട്ടറി തൊഴിലാളികൾ സമീപത്തെ വെള്ളക്കെട്ടിൽ തോണിയിറക്കി കളിക്കുന്നുണ്ട്. വ്യാപാര സ്ഥാപനങ്ങളും അടച്ചുപൂട്ടലിൻ്റെ വക്കിലാണ്. ബസ് സ്റ്റാൻഡ് തുറന്നു പ്രവർത്തിപ്പിക്കാൻ നഗരസഭ നടപടിയെടുക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. രജീഷ് കരുവള്ളൂരിനൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്.